നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ കാര്യങ്ങൾ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് ഫിക്സ്ഡ് ആണ് എന്നൊരു വാദം ഈജിപ്ഷ്യൻ താരം മുസ്തഫ സീക്കോയുടെ വാക്കുകളിലൊക്കെ നമ്മൾ കണ്ടല്ലോ. അതുപോലെ പലരും അങ്ങനെ ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ പടക്കുന്നുണ്ടല്ലോ. കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അർജൻറ്റീനയ്ക്ക് അനുകൂലമാക്കി കൊടുക്കുകയാണ് ഫിഫ ചെയ്യുന്നത് എന്ന തരത്തിലൊരു വാദം എന്തായാലും എയറിലുണ്ട്. അപ്പോൾ ഈ കോൺസ്പിറൻസി തിയറീസ് ശരിയാണോ? എന്തുകൊണ്ട് അങ്ങനെയുള്ള കോൺസ്പിറസി തിയറീസ്, ഗൂഢാലോചന സിദ്ധാന്തം വരുന്നു? അതിനനുകൂലമായിട്ടുള്ള ഈ ക്ലെയിമുകൾ വരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളൊക്കെ എന്തോ എടുത്ത് പരിശോധിക്കുകയാണ്. അതിൻ്റെ വസ്തുതകൾ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ദി ടെലഗ്രാഫിൻ്റെ ബെൻ റംസി എഴുതിയിട്ടുള്ള ഒരു ലേഖനം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ എങ്ങനെയാണ്? കോൺസ്പിറസി തിയറീസ് ദാറ്റ് ക്ലെയിം ഫിഫ ഈസ് ഫിക്സിംഗ് വേൾഡ് കപ്പ് ഫോർ അർജൻറ്റീന. ഫിഫ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് വേൾഡ് കപ്പ് ഫിക്സിങ് നടത്തുന്നു എന്നുള്ളൊരു കോൺസ്പിറസി തിയറീസ് ഇങ്ങനെ പറക്കുന്നുണ്ട്. അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലെയിം വന്നിട്ടുള്ളത്? നമുക്കറിയാം, ലയണൽ മെസ്സിക്ക് അനുകൂലമായിട്ട്, ലയണൽ മെസ്സിക്ക് അല്ലെങ്കിൽ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് ഫിക്സിങ് നടക്കുന്നു എന്ന് ഈജിപ്തിൻ്റെ താരങ്ങൾ തന്നെ പറഞ്ഞു, മുസ്തഫ സീക്കോ ഒക്കെ പറഞ്ഞു. പക്ഷെ ഇത് പറയുമ്പോഴും ഒരു ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഇതിനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തമായിട്ടുള്ള തെളിവാണല്ലോ നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അതില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾ കുറേ കാര്യങ്ങൾ അവരുടെ വാദം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദി ടൂർണമെൻറ്റ് ഹാസ് ഓൾറെഡി ബീൻ പ്ലങ്ഡ് ഇൻ ടു ആൻ ഇൻറ്റഗ്രിറ്റി ക്രൈസിസ് ഓവർ ഡൊണാൾഡ് ട്രംപ്സ് ക്ലെയിം ഹി ഗോട്ട് എ സസ്പെൻഷൻ ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ട്രൈക്കർ ഫ്ലോറിൻ ബലോഗൻ ഓവർടേൺഡ്. അത് ശരിയാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പറയുകയാണ്, ഞാൻ വിളിച്ച് ഫിഫയെ കൊണ്ട് സസ്പെൻഷൻ മാറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കളിയുടെ, ഈ വേൾഡ് കപ്പിൻ്റെ ഇൻറ്റഗ്രിറ്റിയൊക്കെ നഷ്ടമായതാണ്. അത് വലിയ രൂപത്തിൽ ഇൻറ്റഗ്രിറ്റി ക്രൈസിസിൽ നിൽക്കുന്നൊരു വേൾഡ് കപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയുള്ള അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് ഫിക്സിങ് നടക്കുന്നു എന്നുള്ള വാദങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേൾഡ് കപ്പിൻ്റെ സുതാര്യത, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഒക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ആ വിഷയത്തിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന വാദങ്ങൾ, മെസ്സിക്കോ അല്ലെങ്കിൽ അർജൻറ്റീനക്കോ അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവർ നിരത്തുന്നു. ഒന്നാമത്തെ പോയിന്റ്, മെസ്സി എസ്കേപ്ഡ് റെഡ് കാർഡ്. അതായത് മെസ്സി അൾജീരിയക്കെതിരെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി അദ്ദേഹം വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമെന്ന റെക്കോർഡിൽ നിന്ന് മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം എത്തി. പക്ഷെ പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കളിക്കളത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം ഐസാമെൻഡിയുടെ റൈറ്റ് ലെഗിൽ 32ാമത്തെ മിനിറ്റിൽ ഫൗള് ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിഷ് റഫറി സിമോൺ മാർസിനിയാക്ക് ആ ഒരു ഇൻസിഡൻറ്റ് കണ്ടതേയില്ല, അതിന് ഫൗള് പോലും കൊടുത്തില്ല. വീഡിയോ അസിസ്റ്റൻറ്റ് റഫറി ആ ഒരു വിഷയത്തിൽ ഇടപെട്ടതുമില്ല. യഥാർത്ഥത്തിൽ അതിൽ ഇടപെട്ട് സെൻഡ് ഓഫ് കൊടുക്കേണ്ടതായിരുന്നു, റെഡ് കാർഡ് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു വാദം. അത് റെഡ് കാർഡ് കൊടുക്കാമായിരുന്ന ഒരു ഫൗളാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈവൻ ഫൗള് യെല്ലോ കാർഡ് പോലും കൊടുത്തില്ല എന്നുള്ളത് ആണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. പക്ഷേ അത് റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയി. വാറത് അതിൽ വേണ്ട വിധത്തിൽ ഇൻ്റർവെൻഷൻ നടത്തിയതുമില്ല എന്നുള്ളതും അത്ഭുതകരമാണ്. അപ്പോൾ ഇതാണ് അർജൻറ്റീന എന്നതിലുപരി മെസ്സി കളിക്കളത്തിലുണ്ടാവണം, മെസ്സി മുന്നോട്ട് പോകണം, ഇറ്റ്സ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന രൂപത്തിൽ ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ ഒരു ചവിട്ട്, അയാളുടെ കാഫിൻ്റെ ഭാഗത്തുള്ള ചവിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാർഡിന് ഡിസേർവിങ് ആയിരുന്നു. റഫറി അത് കണ്ടില്ലെന്ന് അടിച്ചു. അപ്പം ഇതിനെ ഡിസഗ്രി ചെയ്യുന്ന പണ്ഡിറ്റ്സും ഉണ്ട്. അത് അവർ പറയുന്നത് റെഡ് കാർഡാണ് എന്ന് പറയുന്നവരുണ്ട്. ഇനി റെഡ് കാർഡല്ല, ഇതിനു മുമ്പ് പല കളികളിലും ഇങ്ങനെ കാണുന്നില്ലേ എന്ന് പറയുന്നു. പല കളികളിലുള്ളത് കൊണ്ട് ഇത് റെഡ് കാർഡ് ആവാതിരിക്കില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതായത് ഇപ്പം ESPN മുൻ മാഞ്ചസ്റ്റർ സിറ്റി ഡിഫൻഡർ നെഡും ഒനുവഹ പറഞ്ഞത് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ റെഡ് കാർഡ് ഇൻ മൈ ഒപ്പീനിയൻ എന്നാണ്. മെസ്സിക്ക് അറിയാം അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്, റെഡ് കാർഡിന് ആവശ്യമുള്ള കാര്യം ചെയ്തിട്ട് അദ്ദേഹം ട്രബിളിലാണ് എന്നുള്ളത്. അത് റെഡ് കാർഡാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ മറ്റ് പലരും, ഇപ്പം എക്സ് വെനസ്വലൻ ഫോർവേഡ് അലയാൻഡ്രോ മൊറേനോ, അദ്ദേഹം ഇപ്പോൾ പണ്ഡിറ്റാണ്, അദ്ദേഹം പറഞ്ഞത് ഇറ്റ്സ് 100% റെഡ് കാർഡ്.
ഫോർ ലയണൽ മെസ്സി. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. അപ്പോൾ ഇത് റെഡ് കാർഡ് കൊടുക്കുന്നു. ഇത് റെഡ് കാർഡ് കൊടുക്കേണ്ട വിഷയം. റെഡ് കാർഡ് കൊടുത്തില്ല. ഫ്ലോറിൻ ബലോഗന് റെഡ് കാർഡ് കൊടുക്കുന്നു, സ്ട്രൈറ്റ് റെഡ് കാർഡ് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ ട്രംപ് വിളിച്ചിട്ട് അത് മാറ്റിച്ചോ, വേറെ കാര്യം. പക്ഷേ റെഫറി റെഡ് കാർഡ് കൊടുത്തത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. സോ മെസ്സി എസ്കേപ്പ് ചെയ്തു പോകുന്നു. അത് മനഃപൂർവ്വം റെഫറി കണ്ണടച്ചതാണ് എന്നുള്ളതാണ് തിയറിസ്റ്റുകളുടെ ഒരു വാദം. ആക്ച്വലി റെഫറി അവിടെ മെസ്സി ഒരു കാർഡ് അർഹിച്ചിരുന്നു എന്നുള്ളത് അർജൻറ്റീനക്കാർ പോലും സമ്മതിക്കും. അത് റെഡാണോ യെല്ലോ ആണോ എന്നുള്ളത് വേറെ കാര്യം. പിന്നെ അതിനുള്ള ഡിഫെൻഡിങ് വാദം എന്താണെന്ന് പറയുക, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നേരത്തെ വേറെ പല കളിയിലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വേറെ പല കളിയിലുണ്ടായതുകൊണ്ട് ഇത് റെഡ് കാർഡ് ആവാതിരിക്കില്ലല്ലോ. രണ്ടാമത്തത് ഫ്യൂവസ്റ്റ് ബുക്കിങ്സ്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കുറച്ച് യെല്ലോ കാർഡ് കിട്ടിയ ടീമുകളിലൊന്ന് അർജൻറ്റീനയാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ ഈജിപ്തിനെതിരെയുള്ള കളിയിൽ അർജൻറ്റീനക്കാർ പോലും സമ്മതിക്കും, ക്യൂട്ടി റൊബേറോക്കും മറ്റുമൊക്കെ യെല്ലോ കാർഡ് അർഹിച്ചിരുന്നു എന്നുള്ളത്, കൊടുത്തില്ല. അത് വലിയ വിവാദമായിട്ടുണ്ടാവും. ഗോളും മറ്റതൊന്നുമല്ല, ഈ സംഭവം നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ടെലിഗ്രാഫിൻ്റെ ലേഖകൻ എടുക്കുന്ന രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. കളിയിൽ ഈ വേൾഡ് കപ്പിൽ സെക്കൻഡ് ഫ്യൂവസ്റ്റ് ബുക്കിങ്സ് അർജൻറ്റീനക്കാണ്. അപ്പോൾ മെസ്സിക്കെതിരെ ഉള്ള ഈ ഒരു ആക്ഷൻ കൂടാതെ, അതായത് ഒഴിവാക്കപ്പെട്ട ആക്ഷൻ കൂടാതെ, അർജൻറ്റീനയ്ക്ക് നോക്കുക, അൾജീരിയക്കെതിരെ 0 ബുക്കിംഗ് ആണ്. ഒരു ബുക്കിങ്ങും ഇല്ല. അവർ 13 ഫൗള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ബുക്കിംഗ് ഇല്ല. അതോടൊപ്പം തന്നെ സെക്കൻഡ് മാച്ചിൽ ജോർദനെതിരെ ബുക്കിംഗ് ഇല്ല. വു പിക്ക്ഡ് അപ്പ് 3 യെല്ലോ കാർഡ്സ്. അതായത് ജോർദൻ 3 യെല്ലോ കാർഡുകൾ, അതിൽ പകുതി മാത്രം ഫൗളുകളാണ് ജോർദൻ ചെയ്തിരുന്നതെന്നുള്ളതാണ്. 13-7 ആണ് അതിലെ ഒരു ഫൗളിൻ്റെ ഒരു റേഷ്യോ. പിന്നെ ഓസ്ട്രിയക്കെതിരെയും കേപ്പ് വെർദെക്കെതിരെയും ഗെയിമിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി, ഈവൻ ഫ്രം ഡിസിപ്ലിനറി പോയിൻ്റ് ഓഫ് വ്യൂ, നമ്മൾ കാണേണ്ട ഒരു കാര്യം അതാണ്. ഒരു തരത്തിലുള്ള നടപടികളും അർജൻറ്റീനക്കാർക്കെതിരെ റഫറിമാർ അങ്ങനെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരം, കളിയുടെ അവസാനത്തെ 16, അതായത് റൗണ്ട് ഓഫ് 16 വരുന്ന ഘട്ടത്തിൽ അവസാന ഘട്ടം വരെ നോക്കുക, യെല്ലോ കാർഡുകൾ ഉണ്ടായിരുന്നില്ല അധികം. എന്നിട്ട് 4 പ്ലെയേഴ്സിന്, അതായത് ലൂസിങ് സൈഡായിട്ടുള്ള ഈജിപ്തിലെ 4 താരങ്ങൾക്ക് റഫറി യെല്ലോ കാർഡുകൾ അവസാനം വാരി വീശുന്നു. മാനേജർ ഹൊസാം ഹസന് കാർഡ് കാണിക്കുന്നു. ഇതെല്ലാം ക്വിക്ക് സക്സഷനിലാണ് നടക്കുന്നത്. മറുഭാഗത്ത് അർജൻറ്റീനക്കാർ മുഖത്തടിച്ചതും, മറുഭാഗത്ത് ക്യൂട്ടി റൊബേറോയുടെ മറ്റൊരു ഫൗളും, ഒന്നും റഫറി കാണുന്നില്ല, യെല്ലോ കാർഡ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടി അവിടെയുണ്ട്. അപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുള്ള 8 ടീമുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അർജൻറ്റീന സെക്കൻഡ് ഫ്യൂവസ്റ്റ് ബുക്കിംഗ് ആണ്. ഓവറോൾ 3 യെല്ലോ കാർഡാണ് അർജൻറ്റീനയ്ക്കുള്ളത് ഈ വേൾഡ് കപ്പിൽ. എന്നാലോ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഫൗള് ചെയ്തിട്ടുള്ള ടീമുകളിൽ 4ാമതാണ് അർജൻറ്റീന. 4th മോസ്റ്റ് ഫൗളിങ് ചെയ്തിട്ടുള്ള അർജൻറ്റീനക്ക് സെക്കൻഡ് ഫ്യൂവസ്റ്റ് യെല്ലോ കാർഡുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ആവറേജ്, ഒരു യെല്ലോ കാർഡ് കിട്ടാൻ അവർ എത്ര ഫൗൾ ചെയ്യുമ്പോഴാണ് ഒരു യെല്ലോ കാർഡ് കിട്ടുക, അതിൻ്റെ ആവറേജ് ഫൗൾ പെർ കാർഡ് നോക്കിയ 19.7 ആണ്. ഒള്ളി നോക്കുക, നോർവേക്ക് മാത്രമാണ് ഇതിനേക്കാൾ ബെറ്റർ ഒരു ആവറേജ് ഉള്ളത്, 24 തോമസ് തുഷലിൻ്റെ ടീം ഇംഗ്ലണ്ടിനാണ് ഏറ്റവും അധികം മോസ്റ്റ് യെല്ലോ കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ 8 കിട്ടിയിട്ടുണ്ട്. എന്നാൽ വേഴ്സ്റ്റ് ഫൗൾസ് പെർ കാർഡാണ് 6.8. അതായത് ഓരോ 6-7 ഫൗളുകൾ അവർ ചെയ്യുമ്പോഴേക്കും അവർക്ക് കാർഡ് കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ ഒരു അവസ്ഥ. അപ്പോൾ 54 ഫൗളുകൾ കമ്മിറ്റ് ചെയ്ത് ഇംഗ്ലണ്ട്, അതിനാണ് അവർക്ക് ഇത്രയും ഒരു റെഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ 7 യെല്ലോ കാർഡുകൾ, അപ്പോൾ ടോട്ടൽ 8 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സോ ആവറേജ് ഫൗൾ പെർ കാർഡ് എന്ന് പറഞ്ഞാൽ 6.8 ആണ്. മൊറോക്കോക്ക് റെഡ് കാർഡില്ല, അവർക്കും ഈ പറഞ്ഞ പോലെ 6 കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 61 ഫൗളുകളാണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡ് 69 ഫൗളുകൾ കൺസിഡർ ചെയ്തു, അവർ 6 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ബെൽജിയം 60 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തു, 4 യെല്ലോ കാർഡും 1 റെഡ് കാർഡും. ഫ്രാൻസ് 49 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തു, 4 യെല്ലോ കാർഡുകളുണ്ട്. സ്പെയിൻ 55 ഫൗളുകൾ കൺസിഡർ ചെയ്തു, 3 യെല്ലോ കാർഡുകൾ. അർജൻറ്റീന പറഞ്ഞ പോലെ 59 ഫൗളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 19.7 ആണ് അവരുടെ ഫൗൾ പെർ കാർഡ് റേഷ്യോ. 3 കാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പം
ഇതാണ് ഒരു കാര്യം. അർജൻറ്റീനക്കാർക്ക് എതിരെ നടപടിയെടുക്കാൻ റഫറിമാർ മടിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഉയർത്തുന്ന അടുത്തൊരു പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള വാദമാണ്. ഇൻഫാന്റിനോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഐ സഫേർഡ് വിത്ത് അർജൻറ്റീന. കേപ്പ് കളിയിലാണ്. അർജൻറ്റീന ഇങ്ങനെ ജയിക്കാൻ ബുദ്ധിമുട്ടിയൊരു കളിയല്ല. അത് കണ്ടപ്പോൾ താനും ആകെ സങ്കടത്തിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിലത് ആ ഒരു പ്രസ്താവനയിൽ ഒരു ഫേവറിറ്റിസം ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അതിലുള്ളത്. റൗണ്ട് ഓഫ് 32 അപ്പം ഒരു ഫിഫ പ്രസിഡന്റ് ഒരു ടീമിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അത് അവർ വിജയിക്കാതെ അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് എനിക്ക് വലിയ രൂപത്തിൽ ഞാനും സഫർ ചെയ്തു എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു ഫേവറിറ്റിസം അല്ലേ എന്നാ ചോദ്യം. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ stopped talk to Argentine television, congratulating the country and saying he suffered with them during the match. Before quickly clarifying that he spoke for us neutrals who were rooting for both teams എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ അറിയാതെ ഉള്ളിൽ നിന്ന് അർജൻറ്റീനക്കൊപ്പം ഞാനും സഫർ ചെയ്തു എന്നങ്ങ് പറഞ്ഞു പോയി. അതിലുണ്ട് എല്ലാം എന്നാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ മറ്റൊരു പോയിന്റ്. ഇനി നോക്കുക, ഫ്രാൻസിനെതിരെയുള്ള മൊറോക്കോയുടെ കളിക്ക് ഓൾ അർജൻറ്റീന ഒഫീഷ്യൽസിനെ എന്തിനാണ് അപ്പോയിൻ്റ് ചെയ്തത്? അപ്പോൾ ചോദിക്കും, അർജൻറ്റീനൻ്റെ കളിക്ക് ഫ്രാൻസിൻ്റെ റഫറി ആയിരുന്നു. പക്ഷേ ആ ഓൾ റഫറിങ് ടീം ഫ്രഞ്ചുകാരായിരുന്നില്ല. ഇവിടെ പറയുന്നത് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ റഫറി ഫോർ എ ഫുട്ബോൾ മാച്ച് ഈസ് ഓൾവേസ് ഗ്യാരണ്ടി ടു ജനറേറ്റ് എ കോൺസ്പിറൻസി തിയറി ഓർ ടു, ബട്ട് ദി naming of the officials for France quarter-final against Morocco has taken this to a whole new level after FIFA announced all 5 of the on-field delegation would be from Argentina. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. അതിൽ പ്രധാനപ്പെട്ട കാരണം, with France considered the biggest threat to Messi's attempt to win back-to-back World Cup. അപ്പോൾ അതാണ് വേൾഡ് കപ്പ് നേടാൻ മെസ്സിയുടെ അർജൻറ്റീനയുടെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പണൻറ്റ് എന്ന് പറയാവുന്ന ടീമാണ് ഫ്രാൻസ്. അവരാണ് ബിഗ്ഗസ്റ്റ് ത്രെറ്റ്. അപ്പോൾ അവരുടെ കളിക്ക് നേരെ ഓപ്പോസിറ്റ് രാജ്യത്തിൻ്റെ ഒരു ഫുൾ റഫറിങ് ടീമിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്തിനാണ്? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് ഗെയിമിൽ സംഭവിച്ച കോൺട്രവേഴ്സിയുള്ള ഒരു ഭാഗത്തുള്ള സമയത്താണ് അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ പറയുന്നത് ലോപ്പ് സൈഡഡ് വേൾഡ് കപ്പ് ഡ്രോ. വേൾഡ് കപ്പിൻ്റെ നറുക്കെടുപ്പ് പോലും അർജൻറ്റീനയ്ക്ക് ഫേവറിറ്റിസം ലഭിച്ചു എന്നാണ്. അതിൽ വിശദീകരിക്കുന്നൊരു കാര്യം, 2024 നവംബറിൽ ഫിഫ പ്രഖ്യാപിച്ചു ഡിഫെൻഡിങ് ചാമ്പ്യൻസ്, യൂറോ 2024 വിന്നേഴ്സ്, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഇവർ സീഡഡ് ടീമായിരിക്കും എന്ന്. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആകുന്നത് ഓക്കെ, പക്ഷേ യൂറോ വിന്നേഴ്സും മറ്റുമൊക്കെ എങ്ങനെ ആണ് ഇതിൽ സീഡഡ് ടീം ആവുക? അത് മറ്റൊരു പാത്തിലൂടെ സെമിയിലേക്ക് എത്തുക, ടിൽ സെമി ഫൈനൽ ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക, അർജൻറ്റീനയ്ക്ക് ഈസിലി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുക. അതാണ് ആ ഒരു തീരുമാനമെടുത്തതിലൂടെ സംഭവിച്ചത് എന്നാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ അടുത്ത പോയിന്റ്. ഇനി നോക്കുക, ഇത് മെസ്സിയുടെ കാര്യത്തിൽ ഇപ്പോൾ സീക്കോ ആണ് പറഞ്ഞത് ഇതിൽ ഈ ഒരു അക്യൂസിഷൻ മെസ്സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇത് നോട്ട് ദി ഫസ്റ്റ് മെസ്സി ഫിക്സ് അക്യൂസേഷൻ. ഈ അക്യൂസേഷൻ വരുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അർജൻറ്റീനയുടെ പാത്തിൽ അവർ ട്രോഫി നേടിയിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ 2022 വേൾഡ് കപ്പ് വിജയത്തിൻ്റെ കാര്യത്തിലും ഇതേ രൂപത്തിലുള്ള അക്യൂസേഷൻസ് ഉണ്ട്. അതാണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്. അതായത് ലൂയി വാൻഗാലിൻ്റെ നെതർലൻഡ്സിനെതിരെ 2-2 സമനില പിടിക്കുകയും പിന്നെ പെനാൽറ്റിയിൽ അർജൻറ്റീന വിജയിക്കുകയും ചെയ്തല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വർഷത്തിന് ശേഷം 2023 സെപ്റ്റംബറിൽ എറേഡിവിസി അവാർഡ് ഫംഗ്ഷനിൽ വെച്ചിട്ട് ലൂയി വാൻഗാൽ ഡച്ച് ഔട്ട്ലെറ്റ് ആയിട്ടുള്ള NOSനോടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് അർജൻറ്റീന അവരുടെ ഗോളുകൾ നേടിയതെന്നും ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ ഗോളുകൾ നേടിയതെന്ന് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അർജൻറ്റീന പ്ലേയേഴ്സ് ഓവർ സ്റ്റെപ്പ്ഡ് ദി മാർക്ക്, എന്നിട്ട് അവർ പണിഷ് ചെയ്യപ്പെട്ടില്ല. ഞാൻ വിചാരിക്കുന്നു അതിൽ പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഫിഫ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് ലൂയി വാൻഗാൽ എന്ന ആരോപണം ഉന്നയിച്ചത്. അപ്പം അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, മെസ്സി വേൾഡ് ചാമ്പ്യൻ ആവണം എന്ന് ഫിഫ ഉദ്ദേശിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഐ തിങ്ക് സോ, യെസ്.
അങ്ങനെ ഫിഫ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അങ്ങനെ വാൻഗാലിൻ്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഫിഫ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അർജൻറ്റീന ഹിസ്റ്റോറിക്കലി ഇങ്ങനെ ഫേവേർഡ് ആണ് എന്നൊരു കാര്യം കൂടി 1978 വേൾഡ് കപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അന്നത്തെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നല്ലോ അന്ന് അർജൻറ്റീനയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഹോർഗെ റഫേൽ വിഡേലക്ക് അന്ന് വേൾഡ് കപ്പ് ജയിക്കണമായിരുന്നു, അതിനുവേണ്ടി പെറുവിന് ബ്രൈബ് ചെയ്തു എന്നുള്ളൊരു കഥ ലോകമെമ്പാടും ഇങ്ങനെ പ്രചരിക്കുന്നതാണ്. അത് ചരിത്രം നോക്കിയാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൂടാതെ മറഡോണയുടെ കൈകൊണ്ട് ഗോളടിച്ച സംഭവം വേറെ നമുക്കറിയാവുന്നതാണ്. അതിനും അപ്പുറത്തേക്കൊരു സംഭവം കൂടി ഇപ്പം ഈ അടുത്ത കാലത്ത് പുറത്തേക്ക് വന്നു. 1990-ലാണത്. 1990 റൗണ്ട് ഓഫ് 16 ബ്രസീലും അർജൻറ്റീനയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അന്ന് ബ്രസീലിയൻ താരം ബ്രാങ്കോക്ക് അർജൻറ്റീൻ ഫിസിയോതെറാപ്പിസ്റ്റ് അതായത് ഈ ഡ്രിങ്ക്സിന് സമയത്ത് ഡ്രിങ്ക് ബ്രേക്ക് എന്നില്ല, പക്ഷേ കളിക്കാർ സൈഡിൽ നിന്ന് വെള്ളം കുടിക്കുന്നൊക്കെ നിങ്ങൾ കാണാറില്ലേ, അപ്പോൾ അതുപോലൊരു ബോട്ടിൽ കൊടുത്തു, അദ്ദേഹം അത് കുടിച്ചു. അതിനുശേഷം സംഭവിച്ച കാര്യം ക്ലോഡിയോ കനീജിയ അവർക്ക് വേണ്ടി വിന്നിംഗ് ഗോള് നേടുകയും ചെയ്ത് ബ്രസീൽ പുറത്താവുകയും അർജൻറ്റീന മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തല്ലോ. ബ്രാങ്കോ അതിനുശേഷം പറഞ്ഞത് ആ വെള്ളം കുടിച്ചതിന് ശേഷം താൻ ഡിസി ആയിരുന്നു, തനിക്കൊരു ഈ തലകറക്കം പോലെ അനുഭവപ്പെട്ടിരുന്നു എന്നാണ്. എന്നാൽ 15 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് അർജൻറ്റീനയുടെ 1990 കോച്ച് ബിലാഡോ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ അതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വെള്ളം കുടിച്ചതും അത് കുടിച്ചപ്പോൾ ബ്രസീൽ താരത്തിന് തലകറക്കം ഉണ്ടായതായിട്ടൊക്കെ അന്ന് വാർത്തകളുണ്ടായിരുന്നില്ല, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒന്ന് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാർക്കോ അന്റോണിയോ ടെക്സീഡ, സെക്രട്ടറി ജനറൽ ഓഫ് ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ, ആ സമയത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു എക്സ്ട്രീംലി സീരിയസ് മാറ്ററാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ തീർച്ചയായിട്ടും ഫിഫയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡൊസേർ അയക്കും. ഈ ഒരു വിഷയത്തിൽ നിർബന്ധമായിട്ടും അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ്താവന നടത്തി. CBF അതുമായി ബന്ധപ്പെട്ടിട്ട് നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ നോ ആക്ഷൻ ഈസ് നോൺ ടു ഹാവ് ബീൻ ടേക്കൺ ബൈ ദി ഗവേണിംഗ് ബോഡി. ഫിഫ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തതായിട്ട് ഒരു വിവരമില്ല. അപ്പോൾ പഴയ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള കോൺസ്പിറൻസി തിയറികൾ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ടും അർജൻറ്റീന ചെയ്യുന്നതായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇപ്പം ഇങ്ങനെ ആളുകൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് കോൺസ്പിറൻസി തിയറികളും മറ്റുമൊക്കെ ഉണ്ടാക്കാം, എല്ലാ കാര്യത്തിലും നമ്മളങ്ങനെ കാണാറില്ലേ. ഇതിനൊക്കെ വ്യക്തമായ പ്രൂഫുകളും തെളിവുകളാണ് വേണ്ടത്. അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതില്ലാത്തിടത്തോളം കാലം ഇതൊക്കെ വെറും ആരോപണങ്ങളായിട്ട് അവസാനിക്കുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.